ഇത്രയൊക്കെ സംഘർഷം ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് ആ വള്ളങ്ങളിൽ പങ്കെടുക്കണ്ടെന്ന് വെക്കാൻ കുട്ടപ്പായി. അതെന്നാ വർത്തമാനമാണ് അച്ചോ. നാട്ടുകാരെ മുമ്പിൽ വെച്ച് വള്ളം കളി കണ്ടോളാമെന്ന് ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിച്ചതല്ലയോ. എന്താണേലും പള്ളി അതിലില്ല. ഒരു ജാതി വഴക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൽ പള്ളിക്ക് താല്പര്യമില്ല. എന്റെ പൊന്നു മോനെ കുട്ടപ്പായി, നേരാ, ഞാനും വെല്ലുവിളിച്ചതാ വള്ളം കളിക്ക് കണ്ടോളാന്ന്. പക്ഷെ അക്രം മുടക്കുള്ള വെല്ലുവിളിക്കൊന്നും നിന്റെ അപ്പൻ നിക്കട്ടില്ലെന്ന് നിനക്ക് അറിയത്തില്ലയോടാ. അന്ന പഞ്ചായത്തച്ഛൻ പറഞ്ഞപ്പോ ഞാനതങ്ങ് വിശ്വസിച്ചു. പള്ളി കാശ് മുടക്കി വള്ളം ഇറക്കും. അപ്പൊ കരയിലെ പ്രധാന കുടുംബക്കാരൻ എന്ന നിലയ്ക്ക് നിനക്ക് അതിന്റെ തുമ്പത്തോ അമരത്തോ ഒന്നും ഇരിക്കാലോ എന്ന് ഞാനും വിചാരിച്ചു. ഏറിയ 5000 6000 മുടക്കാന്നും വെച്ചു. പുത്തൻ ചുണ്ടമുള്ള ഇറക്കാന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യമാ. എന്റെ മോൻ ആ പൂതിയും കളഞ്ഞേര്. അപ്പനെ നമ്പാങ്കൊള്ളുകളെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞിട്ടുള്ളതാ. മുമ്പും പല അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഞാനത് വിശ്വസിച്ചില്ല. അപ്പൻ ഒരൊറ്റയാളെ നമ്പിയാ ഞാൻ ആ പണിക്കരെ വെല്ലുവിളിച്ചത്. ഇനി ഈ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് എന്നാ വിലയുള്ളത്? കുട്ടപ്പായി, താൻ 10-40 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നിട്ട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അല്ല, ഔസേ മുതലാളി ചോദിക്കുന്നത് എന്ത് വാടകയും തരാൻ ഞങ്ങൾ തയ്യാറാ. വാടകയുടെ പ്രശ്നമല്ലടോ. സ്വന്തം പെണ്ണും പിള്ളയും മക്കളെയും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെയാ വള്ളം വാടകയ്ക്ക് കൊടുക്കുന്നത്. ഞങ്ങളുടെ ചുണ്ടൻ വെള്ളം എന്ന് പറഞ്ഞാ തലമുറയായിട്ട് കുടുംബത്തിന്റെ അന്തസ്സായിട്ടാ വച്ചിരിക്കുന്നത്. ഇന്നിപ്പോ അത് കാത്തു സൂക്ഷിക്കാനുള്ള പാങ്ങൊന്നും ഉണ്ടായിട്ടല്ല. അതുമല്ല, താൻ നല്ലൊരു തുക വാടക തന്നാൽ എനിക്കതൊരു നിക്കക്കള്ളിയാ. എന്നാലും ഞാനത് ചെയ്യില്ല. അല്ല, ഇനി 1 മാസം കൂടെ ഉണ്ടല്ലോ, മുതലാളി ഒന്നുകൂടെ ആലോചിക്കും. ഓ, ഇനിയിപ്പൊ ഇക്കാര്യത്തിൽ ആലോചിക്കാനൊന്നുമില്ല. എന്നാ പിന്നെ കാണാം. ആ. ബാങ്കിലും വക്കീൽ നോട്ടീസും ജപ്തിയൊക്കെ ആയിട്ട് നിൽക്കുക. എന്നാലും അയാളൊരു അഭിമാനം കണ്ടില്ലേ? സൂക്ഷിച്ചിറങ്ങണം. അച്ചായോ, അയാൾ പാങ്ങും പടുതിയെ കണ്ടിട്ട് വള്ളം വിലക്ക് കിട്ടുന്ന കോളുണ്ട്. നിന്റെ ഉണ്ടോ 1 ലക്ഷം രൂപ എടുക്കാൻ? അപ്പൻ ഷാപ്പിലേലത്തിന് വെച്ചിരിക്കുന്ന ഒരു 5-6 കെട്ടിഞ്ഞെടുത്തോണ്ട് വാ. വർത്തമാനത്തിന് ഒരു കുറവുമില്ല. കേറാ. അച്ചായ, ഒരു മാർഗമുണ്ട്. എന്തുവാണ് ഒരു രഹസ്യം? ഞങ്ങളോട് അറിയാം. നമ്മൾ അച്ചായന്റെ തന്തപ്പടിയുടെ മുതൽ അടിച്ചു മാറ്റുന്നു. എപ്പടി? അച്ചായനെ കാണുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അച്ചായൻ പറഞ്ഞില്ലേ ഇടത് ഭാഗത്ത് സേഫ് എന്ന്. താക്കോലുണ്ടോ നോക്ക്. ഇല്ല. മേശക്കകത്ത് നോക്ക്. ഇതിനടി കാണും. ഇറങ്ങിപ്പോവരുത്. ഞങ്ങൾ മലൈക്കള്ളന്മാരാണ്. എടുക്കണ്ട, കത്തിയാണ് കുത്തും. അത് ഞാൻ
അടങ്ങി കിടക്കണോ കളവാ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അനാവശ്യ കാര്യങ്ങൾ ഇടപെടരുത് നീ. ഏയ്, ഏയ്, വിടവനെ. കള്ളനാ, ഞാനാ. അച്ഛൻ ആള് തെറ്റി. ഞാനാ രാജു. ശ്വാസം മുട്ടി. ഞാനാ രാജു. ഇവിടെ. അയ്യോ, ആ കൈ അടിക്കുന്നു. കളിക്കില്ല. ഞാനാ പാപ്പി അച്ഛയ നീ പോയി അപ്പത്തങ്ങൾ സംഭവിച്ചു നോക്കി ചെല്ലേ ഓട്. എന്താ അപ്പച്ചാ നമ്മുടെ മോഷണ കേസ് പോലീസ് എന്ത് കേസ്? എന്റെ കാശ് പോയത് തന്നെ. അല്ല പക്ഷെ പോലീസ് നായ എന്തോരം നായ പാർട്ടിയല്ല ഒന്ന് തന്നെയാടാ. ഈ ഇനത്തിൽപ്പെട്ടവന്ന് ഇവിടെ ഉണ്ടല്ലോ. എന്നിട്ട് കള്ളനെ പിടിച്ചോ? ഏമാരെ എനിക്ക് കേസില്ല. കുട്ടപ്പായി അതെ, ഞാൻ അവന്റെ തന്തയാ. എനിക്ക് വരാതില്ല. അപ്പച്ചാ അല്ല ഈ പോടാടുന്നു. ഓളിക്കുട്ടിയെ ഒന്നും തോന്നരുത്, ഞാൻ വൈകുന്നേരം സ്റ്റേഷനിൽ വന്ന് കണ്ടോളാം. ഓ സാരമില്ല. മോഷണം പോയ ആൾക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ അപ്പച്ചനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. കേസും ബുക്കാറും ഒന്നും പുള്ളിക്ക് പണ്ടേ ഇഷ്ടമല്ലേ. ആ ബ്രൂണിയെ കേട്ട് എന്നാ അങ്ങനെ ആട്ടെ. ശരി. ആ അപ്പച്ചൻ എന്നാ പണിയായി കാണിച്ചേ? ഞാൻ എത്ര പാടുപെട്ടിട്ടാണെന്നോ പോലീസ് നായയെ കൊണ്ടുവരിച്ചത്. എടാ, നട്ടക്കാട്ട് പാതിരായി കില്ലിക്കരപ്പായുടെ ഓട് പൊളിച്ചകത്ത് കയറി കാശും പണവും കക്കാൻ ഏക്കമുള്ള ഒരു കള്ളനെ ഈ നാട്ടിലുള്ളൂ. അവനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. അതന്നെ അതേ, ഞാൻ അവന്റെ തന്തയായി പോയി. പിടിച്ചോ സൂക്ഷിച്ച് കനോണ്ടേട്ടാ സൂക്ഷിച്ചു. കുട്ടപ്പായി, ആ എന്റെ കുഞ്ഞായത്. എന്നെങ്കിലും എന്റെ ആ തോട്ടത്തിന്റെ കേസ് എനിക്ക് അനുകൂലമായി വിധിച്ചാൽ താൻ ഈ വള്ളം എനിക്ക് തന്നെ തിരിച്ചു തരണം. കള്ളക്കളി കളിക്കല്ലേ? ഞാൻ കളിച്ചിട്ടൊന്നുമില്ല. എനിക്ക് 2 ജോക്കറുണ്ട്. നീയും കൂടെ കൂട്ടി 3. ജോക്കർ ക്യൂനല്ലേ? അല്ല. അടിച്ചു. അങ്ങോട്ട് മാറ്റി. ഒരു കുപ്പി കള്ളിങ്ങടാ. കാലിയാ ഷാപ്പിൽ പോയി 2 കുപ്പി വാങ്ങിച്ചോണ്ട് പോവാ പാപ്പി. ഒരു ചേഞ്ചിന് വേണ്ടി നമുക്ക് ഇന്ന് ഷാപ്പിൽ പോയി കള്ളു കുടിച്ചാലോ? ശരിയാ, വല്ലതും തൊട്ടുകൂട്ടി അടിക്കാമല്ലോ. ഞാനും വരാം. പാപ്പി എവിടുന്നാ? വള്ളത്തിന് കാവലാന്നേ. കൂട്ടിച്ചിരുന്നോണം. അവസാനം മേരിക്കുട്ടി പറഞ്ഞു, ഇനി മേലാൽ എന്റെ പിറകെ നടന്ന അടിച്ച് നിന്റെ പല്ലളക്കും. അത് ന്യായം. ഇതാ നോക്ക്. ഇതാ പണിക്കരുടെ സിൽബന്തി രാവണ്യം കൂട്ടരുവാ. എന്തോ ദുരുദ്ദേശമുണ്ട്. ശരിയാ. അല്ല രാവണി, ഈ പന്തൊക്കെ ആയിട്ട് എങ്ങോട്ടാ? പാതിരാത്രിക്ക് തവള പിടിക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലയോ? അല്ലടാ, ഇല്ലിക്കുട്ടപ്പായ ഒരു വിറവെള്ളം വാങ്ങിച്ചിട്ടില്ലേ? അത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാണ്. ശരി. ഇല്ലിക്ക ചുണ്ടൻ കത്തിക്കാൻ പോവാണോ? ആ വിവരം നേരത്തെ പറഞ്ഞെങ്കിൽ ഞങ്ങളോട് വരത്തില്ലേ? അത് കൊള്ളാം.
വള്ളം കത്തിക്കാനുള്ള പ്ലാൻ ആയിരുന്നെന്നാ തോന്നുന്നു. അച്ചായോ എന്ത് വന്നാലും പണിക്കരുടെ വീട് കത്തിക്കണം. അതൊന്നും വേണ്ട. ഇന്ന് നമ്മൾ അയാളുടെ വീട് കത്തിക്കും, നാളെ അയാൾ നമ്മുടെ വീട് കത്തിക്കും. എന്റെ അഭിപ്രായത്തില് ഒരു ഭീഷണി നിലനിർത്തുന്നതാണ് നല്ലത്. അന്ന് നിങ്ങൾ പറഞ്ഞ പോലെ പ്രായിക്കരെ അപ്പേ വരുത്താം. അപ്പുറത്തെ സൈഡിൽ പേര് കേട്ട 2 ചട്ടമ്പിമാരുണ്ടായിരുന്നു. മിന്നൽ പരമവും മലത്ത് കേശവൻ. കേശവന്റെ കൂടെ തെക്കൂന്ന് വന്നവരാ തമിഴ്നാട്ടുകാര്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുത്തും. കുത്തിയാ പിന്നെ കത്തി ഊരിയല. അതാ അവരുടെ നാട്ടിലെ പഴക്കം. അത്ര പെട്ടെന്നൊന്നും അവന്മാര് കുത്തിയ കത്തി ഊരിയെടുക്കാൻ ഒക്കുകയല്ല. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാര് കുറെ വിഷമിക്കും. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടുവന്നത്? അന്ന് ഞാൻ ഒറ്റയ്ക്കാ. അവന്മാര് കാറിൽ നിന്ന് വന്ന് ഇറങ്ങിയതും ഞാൻ 4-5 നമ്പറുകൾ അങ്ങ് കാണിച്ചു. വടിവാള് വീശ്, കമ്പടി ആക്ഷൻ, 8-10 ചുവടുകള്, പിന്നെ കളരിപ്പയറ്റിലെ 3-4 മുറകള്. കേശവൻ ആദ്യം പിടി കിട്ടിയില്ല. പക്ഷെ പരമൂന്ന് കാര്യം മനസ്സിലായി, ഞാൻ തൊഴിൽ പഠിച്ചവരാണെന്ന്. പിന്നെ എന്താ ഉണ്ടായെന്നറിയോ? അവ പാക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് പ്ലെയേഴ്സ് എടുത്ത് എന്റെ നേരെ അങ്ങ് നീട്ടിയിട്ട് പറയുക, വലിക്ക് ആശാനെ വലിക്ക്, ആശാൻ നമ്മുടെ ഗുരുവാന്ന്. പിന്നെ 3 ആളും കൂടി ഒരു വിലസി കുറെ കാലം. നമ്മൾ ആദ്യമേ കൂടേണ്ടതായിരുന്നു. എനിക്കും കൂറ് ഇവിടെ തന്നെയാ മുതലാളി. പിന്നെ ആദ്യം അവന്മാരും ഒന്ന് വിളിച്ചു, ഞാൻ പോയി, അത്രേ ഉള്ളൂ. പണിക്കരെ ജയിച്ചെന്ന് തോന്നുന്നുണ്ടായിരിക്കൂല്ലയോ? ഒരു കൂലിച്ചട്ടമ്പിയുടെ സഹായമില്ലാതെ തനിക്കിവിടെ ജീവിക്കാൻ പറ്റുകയില്ലായിരിക്കും. പക്ഷെ കുട്ടപ്പായിക്ക് പറ്റും. അത് ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനും. പട്ടി കഴുവടവൻ ഇടാകത്താണ്. ഇടാ. ഭാര്യയും പിള്ളേരെയും കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുത്തിച്ച് കണ്ടോണം. ഈ വള്ളംകളി കഴിഞ്ഞാൽ നീ നിന്റെ കുടുംബം കാണുമെന്ന് വിചാരിക്കണ്ട. കേട്ടോടാ. അല്ലേ ഇത് കുഴയുന്ന ലക്ഷണമാണ്. നമുക്ക് അച്ചാനെ ഒന്ന് ഉപദേശിച്ച് നോക്കിയാലോ? വേണ്ട, ഞങ്ങളില്ല. നീ എന്ന് ഉപദേശിച്ചുണ്ടാ മതി. അച്ചായോ, ഈ പ്രായക്കരയപ്പെ തല്ലിക്കൊല്ലാനാണോ തീരുമാനം? വിരട്ടല്ലൂടാ, വെറും വിരട്ട്. മോനെ രാജു, അതിന്റെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. എത്ര കൊടികെട്ടിയ ചട്ടമ്പിയാണേലും ഒരുത്തൻ ചങ്കൂറ്റത്തോടെ മുമ്പേ വന്ന് നിന്ന് തട്ടിക്കളയോന്ന് പറഞ്ഞാ ഒന്ന് വിരളും. അതാ. പക്ഷേ ഈ കേസിൽ ഒരു ചിന്ന അടി കൊടുത്തിട്ടേ പ്രായക്കരപ്പയെ ഞാൻ ഇവിടെ നിന്ന് വിടൂ. അത് വേറെ കാര്യം. അത് വേണം. ശരിയാ, അത് വേണ്ടത് തന്നെയാ. അല്ലേടാ മാലുണി? പിന്നെ പക്ഷെ അച്ചായോ, 2 ടീമുകളുടെയും തുഴക്കാരുടെ ഒരു നിലവാരവും വള്ളങ്ങളുടെ ഒരു ക്വാളിറ്റിയും വെച്ച് നോക്കിയാൽ നമ്മൾ ജയിക്കുന്ന പ്രശ്നമില്ല. കടുങ്കൈ എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ മേലുപോകുന്ന പണി വല്ലതും ആണോടാ? ചിലപ്പോ നൊന്നിരിക്കും. അയ്യോ, അച്ചായോ, അച്ചായൻ ഇതിലൂടായിരുന്നാ മാത്രം മതി. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. എന്ത് പിന്നല്ലോ ആട്ട് വാ കേറ്. ബിയർ അവിടെ വെക്കടാ, അതെല്ലാം കഴിഞ്ഞിട്ട് മതി. ഇവനാരടാ? ആ ബോംബിച്ചെടു.